ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ സൈസ് കുറക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് നമ്മൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന്, ഏതെങ്കിലും ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാം ചോദിക്കും. നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് എല്ലാം ആ വെബ്സൈറ്റിന് ആവശ്യമായ രീതിയിൽ എങ്ങനെയാണ് സൈസ് കറക്റ്റ് ആക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതിൻ്റെ ജസ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫോട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 308 KB ആണ്. ഇനി ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു, ഡീറ്റെയിൽസിൽ വരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. വിഡ്ത്ത് 1920 പിക്സലാണ്, ഹൈറ്റ് 1281 ആണ്. ഇനി നമുക്ക് ഒരു ആവശ്യത്തിന് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കുറക്കണം. അത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ ഫോട്ടോ ഇതുപോലെ ഡ്രാഗ് ചെയ്തിടുന്നു. ആ ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമായ ഫോട്ടോ ഫോട്ടോഷോപ്പിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ ഇതുപോലെ സെലക്ഷൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇമേജിൽ വന്നതിന് ശേഷം ഇമേജ് സൈസ്, അതിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. Alt+Ctrl+I, അത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ ഇത് ക്ലോസ് ചെയ്ത് ഷോർട്ട് കട്ട് അടിക്കുന്നു. അപ്പോഴും ആ സെയിം വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വെബ്സൈറ്റിലേക്കാണോ ആവശ്യം അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഞ്ചിലാണ് വേണ്ടത് എങ്കിൽ ഞാൻ ഇവിടെ ഇഞ്ച് ആക്കുന്നു. ഇനി സെൻറ്റിമീറ്ററിലാണ് വേണ്ടതെങ്കിൽ സെൻറ്റിമീറ്റർ ആക്കുന്നു. ഞാനിവിടെ ഇഞ്ച് ആക്കുന്നു. എനിക്ക് ഒരു 8 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഞാൻ അവിടെ 8 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അഡ്ജസ്റ്റ് ആവും. ഇനി നിങ്ങൾ ഹൈറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വിഡ്ത്തും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് സേവ് ആസ് കൊടുക്കാം. ഞാൻ സേവ് ആസ് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഫയൽ നെയിം, ഇതിൻ്റെ കൂടെ ഒരു -01 എന്ന് കൊടുക്കുന്നു. സേവ്. ഓക്കെ, ഞാൻ ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫയൽ. അത് 308 KB ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫയൽ, അതായത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫയൽ 159 KB ആണുള്ളത്. ഇനി അതിൻ്റെ സൈസ് പ്രോപ്പർട്ടീസിൽ പോയി ഒന്ന് നമുക്ക് നോക്കാം, വിഡ്ത്തും ഹൈറ്റും. ഇപ്പോൾ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒറിജിനൽ ഫോട്ടോയുടെ പ്രോപ്പർട്ടീസും ഒന്ന് നോക്കാം. ഇതാ രണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 1920 × 1281 ആണ്. ഇത് 576 × 384 ആണ്. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.